കോട്ടയം ഗ്രേസ് ചാപ്പൽ സഭ ലോകരാജ്യങ്ങളുടെ അനുഗ്രഹത്തിനായി ഒരുക്കുന്ന ഈ പ്രാർത്ഥന ആരാധനാ ശുശ്രൂഷയിലേക്ക്, പ്രേയിങ് കേരള എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. One more time. ആരാധിക്കുന്നു, ആരാധിക്കുന്നു യേശുവേ. പരിശുദ്ധനെന്ന നാമമുള്ളവനെ അങ്ങേ ആരാധിക്കുന്നു യേശുവേ. One more time. ആരാധിക്കുന്നു, 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 യേശുനാമം പരിശുദ്ധം, പരിശുദ്ധം. ഈ പ്രഭാതത്തിൽ നമ്മൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ തിരുവചനത്തിലെ ചില ഭാഗങ്ങൾ നമ്മൾക്ക് ഒന്നിച്ച് വായിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇത് നമ്മളെ ഉതകുമാറാകട്ടെ. 93-ാം സങ്കീർത്തനം. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ചു അരയ്ക്ക് കെട്ടിരിക്കുന്നു. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയായുള്ളവൻ തന്നെ. യഹോവേ, പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. നിന്റെ സാക്ഷികൾ എത്രയും നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. അതേ ഹല്ലേലൂയ. തിരുവചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. അതെ, ഉയർന്നവനായ യഹോവയെ അവന്റെ നാമം ഹല്ലേലൂയ ഉയർത്തുവാൻ ഇന്ന് പാൽക്കാലം നമുക്ക് ഇടയാകുമാറാകട്ടെ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. Lord, I worship you. Lord, I worship. One more time, Jesus. Lord, I worship you. For your name. Lord, I worship you. For your name is holy. Holy Lord. പാസ്റ്റർ, കഴിഞ്ഞ ദിവസം ഇന്നലകളിൽ അനേകം ദൈവം ചെയ്ത അത്ഭുതങ്ങൾ വിളിച്ചു പറഞ്ഞ് കേൾക്കാനിടയായി. യേശു ഹല്ലേലൂയ, അത്ഭുതമന്ത്രിയ, യേശു വീരനായ ദൈവം, യേശു സമാധാന പ്രഭു. Those who are joining us this morning, I just want to encourage you. Thank you, Jesus. There is nothing impossible with Jesus. Hallelujah. യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. Amen. Let's hear the praise testimonies. Yes, Lord. So many miracles Thank you, that the Jesus. Lord is doing in the lives of people in different parts of the world. Amen. As a result of this prayer and worship.
കർത്താവ് ഈ ആരാധനയും Oh, yes. പ്രാർത്ഥനയും ഉപയോഗിക്കുന്നത് കൊണ്ട് Amen. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ അനേകരുടെ ജീവിതത്തിലെ Oh, yes. വിടുതലുകൾ കാണുവാൻ ഞങ്ങൾക്ക് ഇടയാകുന്നു. എല്ലാ മഹത്വവും കർത്താവിന് കൊടുത്തുകൊണ്ട് Hallelujah. ചില ടെസ്റ്റിമണീസ് ഞങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ട്രിവാൻഡ്രത്തുനിന്ന് വത്സ വിളിച്ചിരിക്കുന്നു. പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയും ആരാധനയും വളരെ അനുഗ്രഹമാണ്. ഞാൻ എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നുണ്ട്. Very good. അല്ലെങ്കിൽ എന്റെ മകൻ ഹൈദരാബാദിൽ ജോലി ചെയ്യുന്ന ആ സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം സ്ഫോടനങ്ങൾ നടന്നത്. My God. വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു. ദൈവം എന്റെ മകനെ കാത്തു പരിപാലിച്ചു. സുരക്ഷിതനായി നാട്ടിൽ വരുവാൻ ദൈവം കൃപ നൽകി. ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോ ഉടനെ നമ്മുടെ പ്രയർ ലൈനിലേക്ക് വിളിച്ചത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മകനെ Oh, yes. എങ്ങനെ ദൈവം സംരക്ഷിക്കാതിരിക്കും? ആമേൻ. ഒരു പ്രയാസമുണ്ടായ ആദ്യ നിമിഷം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുവാൻ Oh, yes. ഒരു കൂട്ടം ജനത്തെ താങ്കൾ തയ്യാറാക്കുക ചെയ്തത് ഒരു കാരണവശാലും ഒരു ദോഷവും നിങ്ങളുടെ കുടുംബത്തിന് വരികയില്ല. യഹോവ നിങ്ങളെ പരിപാലിക്കുക. പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്ന്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്ന്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബവും സംരക്ഷിക്കപ്പെട്ടിരിക്കുക. ദൈവം കൊടുത്ത വിടുതലിന് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Thank you, Lord. അബുദാബിയിൽ നിന്ന് ബിബിൻ എബ്രഹാം ഇന്നലെ വിളിച്ചിരുന്നു. ഹാർവസ്റ്റ് ടിവിയിലൂടെ ഈ ആരാധനയിൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലൈവായിട്ട് തന്നെ ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നു. Oh, very good. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണിത്. എന്റെ പരിചയത്തിൽ തന്നെ അനേകം കുടുംബങ്ങൾ എല്ലാ പ്രഭാതത്തിലും ഈ ലൈവ് ആരാധനയിൽ അവിടെ പങ്കാളികളാകുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം ദൈവം ഈ ശുശ്രൂഷയെ മേൽക്കുമേൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. Amen. ഇതെവിടുന്ന്? അബുദാബി. My goodness. Amen. അബുദാബിയിൽ നിന്ന് പ്രിയമുള്ളവർ ഞങ്ങളോടുകൂടെ ഹാർവസ്റ്റ് ടിവിയിലുള്ള ഈ ആരാധനയിൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലൈവായിട്ട് ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നത്. Amen. ദൈവത്തിന് സ്തോത്രം. Oh. എന്റെ പരിചയത്തിൽ തന്നെയുള്ള 10ഓളം കുടുംബങ്ങൾ എല്ലാ പ്രഭാതത്തിലും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു. Those of you are joining us from Abu Dhabi and all UAE, we really want to appreciate you. ഞങ്ങളോടൊപ്പം അബുദാബിയിൽ നിന്നും UAEയിൽ നിന്നും ഗൾഫിന്റെ വിവിധ മേഖലയിൽ നിന്ന് ഇന്റർനെറ്റിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഇറ്റ്സ് ഗോഡ്സ് ടൈം ഫോർ യു. ഇത് നമ്മൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ സമയമാകയാൽ come on, let's rise up. Oh, yes. ആമേൻ. കോട്ടയത്ത് നിന്ന് ഒരു മേഴ്സി വിളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു. എന്റെ മകൾ വരുന്ന തിങ്കളാഴ്ച, അതായത് നെക്സ്റ്റ് മണ്ടില് ജോലിക്ക് വേണ്ടി സൗദിക്ക് പോകേണ്ടതാണ്. പക്ഷെ അതിനാവശ്യമായ പണം കയ്യിലായില്ല. എന്നാൽ ഒരു ബന്ധു ഒരു അത്യാവശ്യത്തിന് വേണ്ടി 4 വർഷം മുമ്പേ വാങ്ങിയ സ്വർണം മടക്കി ലഭിക്കേണ്ടതിന് വേണ്ടിയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചത്. ഈ 4 വർഷത്തിന് പലവട്ടം അവർ ചോദിച്ചിട്ടും അദ്ദേഹത്തിന് മടക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ യേശു പ്രാർത്ഥന കേട്ടു. അത് കഴിഞ്ഞ ദിവസം അവരുടെ കരങ്ങളിൽ ലഭിച്ചു. My God, കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. 4 വർഷം പിറകെ നടന്ന് ചോദിച്ചിട്ട് കിട്ടാതിരുന്നത് ദൈവത്തിന്റെ സന്നിധി ദൈവജനത്തോടുകൂടെ പ്രാർത്ഥനയ്ക്കായി വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ച നിമിഷം തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. യേശുവിനാൽ കഴിയാത്തതൊന്നുമില്ല. ആകയാൽ പ്രിയമുള്ളവരെ 2 കരങ്ങളും ഉയർത്തി ഒന്നിച്ച് ഹല്ലേലൂയ ഹോസന യേശുവേ! ഹല്ലേലൂയ ആ ആന്റി പറഞ്ഞത് ഇങ്ങനെയാണ്. ആ സ്വർണം വാങ്ങിയ വ്യക്തി വന്ന് ചോദിച്ചു, സ്വർണമായിട്ട് വേണോ അതോ പണമായിട്ട് മതിയോ? ഇവര് പറഞ്ഞു പണമാണ് ഞങ്ങൾക്ക് ആവശ്യം. അപ്പൊ അവര് പറയുന്നത് ആ സ്വർണത്തിന്റെ വിലയേക്കാൾ ഉയർന്ന ഒരു തുക അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്വർണം അങ്ങോട്ട് കൊടുത്തു. ആമേൻ. ഇവർക്ക് വേണ്ടുന്നത് പണമാണ്. സ്വർണം തിരികെ തരാനായിട്ട് പല പ്രാവശ്യം 4 വർഷങ്ങൾ ആവശ്യപ്പെട്ടു, കൊടുത്തില്ല. പ്രാർത്ഥനയ്ക്ക് യേശു ചെയ്ത് അത്ഭുതം ചെയ്ത് ആരാണോ തിരികെ കൊടുക്കേണ്ടത് അവർ തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്കുന്നത് പണമാണോ വേണ്ടത്, സ്വർണമാണോ വേണ്ടത്? സ്വർണം വിറ്റാൽ കിട്ടുന്നതിനേക്കാൾ ഉപരിയായ തുക പ്രാർത്ഥിച്ച നിമിഷം ദൈവം അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച് അവർക്ക് മടക്കി കൊടുത്ത ദൈവകൃപ തിരിച്ചറിയുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറയാം. പക്ഷെ അടുത്തൊരു റിപ്പോർട്ടിങ്ങിനാണ്. കോട്ടയത്ത് കുഞ്ഞുമോൾ എന്നൊരു സഹോദരി വിളിച്ച് വിദേശത്തുള്ള തന്റെ സഹോദരൻ 6 മാസമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുമ്പോൾ വേണ്ടിയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചത്. പ്രാർത്ഥിച്ച ആ ദിവസം തന്നെ അവധി എന്റെ സഹോദരന്റെ ഒരു സുഹൃത്തിനെ അപ്രതീക്ഷമായി കാണുവാൻ ഇടയായി. ഹല്ലേലൂയ. അദ്ദേഹത്തിന് ഇന്ന് ബ്രദറിന്റെ കോണ്ടാക്ട് നമ്പർ വാങ്ങി വിളിച്ചു. ബ്രദർ പറഞ്ഞത് ഇങ്ങനെയാണ്, 6 മാസം മുമ്പേ അദ്ദേഹത്തിന്റെ ഫോൺ വെള്ളത്തിൽ വീണു.
എല്ലാ കോണ്ടാക്റ്റും എല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ആന്റി അങ്ങോട്ട് വിളിക്കുന്നത്. Praise God. ഹല്ലേലൂയ. 6 മാസം മുമ്പ് വെള്ളത്തിൽ പോയ ഫോണിൽ നിന്ന് Amen. എല്ലാ നമ്പറുകളും നഷ്ടപ്പെട്ടെങ്കിൽ യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. പ്രാർത്ഥിച്ച ദിവസം തന്നെ 6 മാസമായി ഒരു ബന്ധവുമില്ലാതിരിക്കുന്ന ആ വ്യക്തിയുമായി സംസാരിപ്പാൻ ദൈവം ഇടയാക്കി. Thank you, Amen. ഹല്ലേലൂയ. യേശു എത്ര വലിയവൻ. അനേകരും നമ്മളെ വിളിക്കുന്ന Amen. അവരെ ഓരോ ഫോണുകൾ നമുക്ക് ഭയങ്കര ഉണർവായിരുന്നു. Amen. കാര്യം അവര് ഹല്ലേലൂയ ഇത് രാവിലെ പ്രഭാതി കാത്തിരിക്കുകയാണ്, രാവിലെ മുതൽ കാത്തിരിക്കുക. Thank you. അങ്ങനെ ഒരു ആന്റണി എന്നൊരു സഹോദരൻ വിളിച്ചിങ്ങനെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളെ വിളിച്ചു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മറുപടി നൽകി. അതിനുശേഷം അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് പരിചയമുള്ള ഭവനങ്ങളിലെ കൂട്ടുകാരുടെ അടുക്കലെല്ലാം ചെയ്ത് യേശു അദ്ദേഹത്തിന് ചെയ്ത് അത്ഭുതം പറഞ്ഞു കൊടുക്കുകയും ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ഹാർവസ്റ്റ് ടിവിയിലെ ഈ പ്രോഗ്രാം അവരെ പ്രിയപ്പെടുത്തുകയും ചെയ്യുന്നു. Glory. Glory to എറണാകുളത്ത് നിന്ന് ആന്റണി. മിസ്റ്റർ ആന്റണിയ, ആ കുടുംബം ഇപ്പോൾ ഞങ്ങളോടൊപ്പം ആമേൻ. ടെലിവിഷനിലൂടെ ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സഹോദരങ്ങളെ, നമ്മൾ ഒരു കുടുംബമാണ്. ഈ യേശുവിന്റെ നാമത്തെ ലോകരാജ്യങ്ങൾ നമ്മൾ ഒന്നിച്ചറിയിക്കുക. Yes. യേശു അദ്ദേഹത്തിന് ഒരു അത്ഭുതം ചെയ്തപ്പോ ആമേൻ. ഈ ശുശ്രൂഷയെ ഹാർവസ്റ്റ് ടെലിവിഷനെ മറ്റനേക സ്ഥലങ്ങളിൽ പരിചയപ്പെടുത്തുന്നു. വരൂ, നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ കേരളം ഒന്നിച്ച് പ്രാർത്ഥിക്കട്ടെ, കേരളം ഒന്നിച്ച് ആരാധിക്കട്ടെ. കേരളം പ്രാർത്ഥിക്കുന്ന കേരളമാകട്ടെ. Oh, Jesus. Come on. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അനേകം വീടുകളിൽ പോയി ചില ഭവനങ്ങളിൽ ഹാർവസ്റ്റ് ടിവി ലഭ്യമല്ല. അദ്ദേഹം നമ്മളോട് പറഞ്ഞേക്കാണ്, കേരളത്തിൽ എല്ലാ വീട്ടിലും എല്ലായിടത്തും ഹാർവസ്റ്റ് ടിവി കിട്ടേണ്ടതിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണമെന്ന്. Hallelujah. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠമായ ഒരു ആഗ്രഹമാണ്. ആമേൻ. കേരളത്തിലെ എല്ലാ വീടുകളിലും ഹാർവസ്റ്റ് ടെലിവിഷൻ ഇപ്പോൾ കണക്ഷൻ ഇല്ല. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ഇങ്ങോട്ട് ആമേൻ. ആവശ്യപ്പെട്ടിരിക്കുക. കേരളത്തിലെ സകല വീടുകളിലും Yes. ഹാർവസ്റ്റ് ടെലിവിഷൻ ഉണ്ടാകേണ്ടത്. ആമേൻ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. Oh, Jesus. ഗ്രേസ് ചാപ്പൽ കുടുംബവും ഹാർവസ്റ്റ് ടെലിവിഷനും കൂടെ ഒന്നിച്ചൊരുക്കുന്ന പ്രേയിങ് കേരള, പ്രാർത്ഥിക്കുന്ന കേരളം എന്ന ഈ പ്രാവചനിക ദർശനത്തിൽ പങ്കാളികളാകുന്ന ഞങ്ങൾ പ്രിയമുള്ളവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ച് വിശ്വാസത്തിന് അടയാളമായി പ്രാർത്ഥിച്ച് കേരളത്തിലെ സകല വീടുകളിലും ഹാർവസ്റ്റ് ടെലിവിഷന്റെ സിഗ്നൽ എത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതിനുള്ള ക്രമങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ. Thank you, Holy Spirit. കർത്താവേ, നന്ദി 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 നന്ദി. ഓ ഹല്ലേലൂയ. യേശുവേ, താങ്ക് യു. ഓമന ഏറ്റുമാനോ സഹോദരിയുടെ മകന്റെ കുഞ്ഞ് ജുവാന 3 വയസ്സ്, തലച്ചോറിന് തകരാറ്, ഫിക്സ് വരുന്നു, നടക്കുന്നില്ല. നാളെ മകന്റെ മകൾ ശ്രേയയുടെ പിറന്നാൾ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞിന്റെ മേൽ സമ്പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. ആ ഫിറ്റ്സിന് കാരണമായതെല്ലാം ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് മാറട്ടെ, ഓർഡറിലാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. നാളെ ശ്രേയയുടെ പിറന്നാളാണല്ലോ. കർത്താവ് എല്ലാവിധ നന്മകൾ കൊണ്ടും ആ കുഞ്ഞിനെ അനുഗ്രഹിക്കും. അത് തുള്ളി ചാടി ഓടി നടന്ന് യേശുവിന്റെ നാമത്തെ ഉയർത്തട്ടെ. പല്ലിന്റെ മോണയ്ക്ക് ഇൻഫെക്ഷൻ, വേദനയും മാറേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യവും വിടുതലും ഇപ്പോൾ തന്നെ പ്രിയപ്പെട്ടവർക്കുണ്ടാകട്ടെ. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക. അനേകം പ്രാർത്ഥന പോരാളികൾ നിങ്ങളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഈ സന്ദർഭത്തിൽ യേശു വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. അഥവാ നിങ്ങൾ വിളിക്കുമ്പോൾ ആ നമ്പർ എൻഗേജ്ഡ് ആണെങ്കിൽ ദയവായി ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. അല്പം കഴിഞ്ഞിട്ട് വിളിക്കുക. എന്നോട് വ്യക്തിപരമായി സംസാരിക്കണം ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. 7 മണിക്ക് ശേഷം ആ കാണുന്ന അതേ നമ്പറിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണുകൾ ഞാൻ അറ്റൻഡ് ചെയ്യും. തീർച്ചയായിട്ടും വേറൊരു ജോലിയില്ല. ദൈവജനത്തിന് വേണ്ടി ദൈവത്തിന് ഇടിവിൽ നിൽക്കുവാൻ മാത്രം ഈ ശുശ്രൂഷ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി ഒന്നിച്ച് നിങ്ങളുടെ വിടുതൽ, നിങ്ങളുടെ ഉയർച്ച, നിങ്ങളുടെ നന്മ യേശു ആഗ്രഹിക്കുന്നു. അത് ഞങ്ങളും ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം വിശ്വാസത്തിൽ, നിങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ, നിങ്ങൾ കടന്നു പോകുന്ന പ്രയാസഘട്ടങ്ങളിൽ നിൽക്കുവാൻ ഈ ശുശ്രൂഷ തയ്യാറാ. എന്നോടൊപ്പം ഈ സഭയ്ക്കകത്ത് 100 കണക്കിന് ദൈവമക്കൾ, സഹോദരി സഹോദരന്മാർ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ
ആയിരക്കണക്കിന് സഭകൾ, ദൈവദാസന്മാർ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഈ പ്രഭാതത്തിൽ അവർ ദൈവസനിൽ എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധി കരങ്ങളെ ഉയർത്തി പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പമുണ്ട്. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മാത്സിന്റെ എക്സാം എളുപ്പമാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. മകൾക്ക് ഭർത്താവിന്റെ മാനസാന്തരം, മറിയാമ്മ തിരുവല്ല, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ ജീവിതം ധന്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രിയ പിതാവേ, അനിൽ ജോർജ് ട്രിവാൻഡ്രം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അഭിവൃദ്ധിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കരമാവും ബിസിനസ്സിൽ മേൽ വായിക്കാം യേശുവിന്റെ നാമത്തിൽ. അനിലിനെ അനുഗ്രഹിക്കുന്നു. മാലിപ്പുറം എറണാകുളം ലിംഫോമ ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ. ആ ബിജുവിന്റെ ശരീരത്തിന് മേല് പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. അതോടൊപ്പം കർത്താവേ, ക്യാൻസർ രോഗത്താൽ വിവിധ തരം ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ ഈ പകൽ യേശു സൗഖ്യമാക്കുന്നു. യേശു സൗഖ്യമാക്കുന്നു. ബൈബിൾ പറയുന്നു ദൈവം തന്റെ വചനത്തെ അയച്ചു സൗഖ്യമാക്കുന്നു. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം അയച്ച് സൗഖ്യമാക്കുന്ന ദൈവകരം യേശുവിന്റെ നാമത്തിൽ. ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് കുറെ നേരത്തേക്ക് ഈ ശുശ്രൂഷയുടെ സിഗ്നൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഖേദത്തോടെ വിളികൾ വരുന്നുണ്ട്. ദൈവനാമത്തിൽ ഞങ്ങൾ ആ ഉണ്ടായ പ്രയാസത്തിൽ ഖേദിക്കുന്നു. ആളുകളിൽ അതുണ്ടാകാതെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് കൊണ്ട് സിഗ്നലിൽ കേടുകൾ സംഭവിച്ചാൽ അതങ്ങനെ സംഭവിക്കാം. ദയവായി ഞങ്ങളോടുകൂടെ ഒന്നിച്ചു നിൽക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ലഭിക്കാഞ്ഞിട്ട് ഞങ്ങളോടൊപ്പം അരമണിക്കൂർ കാത്തിരുന്ന ഞങ്ങളുടെ പ്രിയമുള്ളവരെ ഞങ്ങൾ കരഘോഷങ്ങളോട് വന്ദനം ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തിന് വിലപ്പെട്ടവരാ. നിങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടവരാ. വരൂ, നമുക്ക് ഒന്നിച്ച് ഈ ശുശ്രൂഷയിൽ ഒന്നിച്ച് യാത്ര ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. Glory to the Lord. എയർപോർട്ടിൽ ഇരുന്ന ഒരു സഹോദരി വളരെ ഭാരപ്പെട്ട് വിളിച്ചിരിക്കുന്നു. പ്രോഗ്രാം കിട്ടുന്നില്ല. രാവിലെ ഈ സമയത്ത് കൊച്ചി എയർപോർട്ടിൽ ധാരാളം ഫ്ലൈറ്റുകൾ പോവുകയും വരികയും ചെയ്യുന്ന സമയമാണ്. വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന ഒരു സഹോദരി എയർപോർട്ടിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഈ കുറച്ചു നേരത്തേക്ക് സിഗ്നൽ കിട്ടുന്നില്ല. എന്തു സംഭവിച്ചു? കർത്താവേ, കൊച്ചി എയർപോർട്ടിൽ ഈ ആരാധന തുറന്നു തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിടുതലിന് കാരണമാക്കിയത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നലെ പരുമലയിൽ നിന്ന് ഒരു ഡോക്ടർ എനിക്കൊരു മെയിൽ അയച്ചു. ആ ഹോസ്പിറ്റലുകൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് പ്രാർത്ഥിക്കണം. ധാരാളം ഹോസ്പിറ്റലുകൾ രാവിലെ 5:30 ആകുമ്പോൾ തന്നെ ഹാർവസ്റ്റ് ടെലിവിഷന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. ഈ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമാണ്. ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തിന് അടയാളമായി ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ സമയത്തിന് പരിമിതിയുണ്ടല്ലോ. ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി വിശ്വാസത്തിന് അടയാളമായി പ്രാർത്ഥിച്ച് കേരളം പ്രാർത്ഥിക്കുന്ന കേരളമാകട്ടെ. കേരളം ആരാധിക്കുന്ന കേരളമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. എല്ലാ ഭവനങ്ങളിലും തടസ്സങ്ങൾ കൂടാതെ ഈ ശുശ്രൂഷ ലഭിക്കുക യേശുവിന്റെ നാമത്തിൽ ഇടയായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇടയായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ. I know we have Pastor John with us this morning, and I'm sure the Lord has given him a profound word, and he's going to bring that word to us. Pastor John, would you come? Would you take it just a minute and address our people? Amen. Hallelujah. This morning God has got a word for us. കർത്താവിന് എൻ്റെ മേൽ ഏൽപ്പിച്ച നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദൂതുണ്ട്. It doesn't matter what is tying around us. നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെയാണ് കെട്ടിക്കിടക്കുന്നത് എന്നുള്ളതല്ല വിഷയം. When Lazarus came out of grave, he was still tied with dead ropes and clothes. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം കാണുന്ന മരിച്ചവരിൽ നിന്ന് യേശു ഉയർപ്പിച്ച ലാസറസ് മരണത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴും അവന്റെ ഉച്ചി മുതൽ പാദം വരെ റൂമാലുകൾ കൊണ്ട് പൊതിഞ്ഞ് കെട്ടിവെച്ചിരുന്നു. Jesus told them, cut the ropes and set him free and let him go. യേശു അവിടെ നിന്നവരോട് പറഞ്ഞു, ആ റൂമാലുകളും ആ ചുറ്റി കെട്ടിവെച്ചിരിക്കുന്നത് മുഴുവൻ അറുത്ത് മുറിച്ചു വിടുക, അവൻ സ്വതന്ത്രനായി പോകട്ടെ. There was a woman for 38 years having bleeding problem. 38 വർഷങ്ങളുമായി രക്തസ്രവം 18 years രക്തസ്രവം ബാധിച്ച ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. But she heard that Jesus was in town. യേശു പട്ടണത്തിൽ ഉണ്ട് എന്ന് വാർത്ത അവൾ കേട്ടു. The Bible says she pressed through the crowd and reached out and
touch the edge of the garment. ജനക്കൂട്ടം ധാരാളം ഉണ്ടായിരുന്നിട്ടും അവർ ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെ യേശുവിനെ തൊടുവാനായിട്ട് പരിശ്രമിച്ചു. Then the virtue of God flew and healed her. യേശുവിന്റെ ശരീരത്തിൽ അവർക്ക് തൊടാൻ പറ്റിയില്ല. പക്ഷെങ്കിൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ അരികിലേക്ക് തൊട്ടപ്പോൾ യേശുവിൽ നിന്ന് സൗഖ്യത്തിന്റെ ശക്തി അവളിലേക്ക് വ്യാപിച്ചു. പകർന്ന വിടുതലോർത്ത് കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം. Hallelujah. This morning the same virtue is going to touch you as you stretch your hands. ഇന്ന് പകൽ യേശുവിന്റെ അതേ ഉയർപ്പിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ കരങ്ങൾ നിവർത്തുമ്പോൾ, ആ സ്ക്രീനിലേക്ക് തൊടുമ്പോൾ, ഈ ശുശ്രൂഷയിൽ ഒന്നിച്ചു വരുമ്പോൾ യേശുവിന്റെ വിടുതൽ നിങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നു. Even as you lift your hands and sing hallelujah, the drops that is tying around is going to cut you loose. നാം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ചുറ്റും കെട്ടിവച്ചിരിക്കുന്ന കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അത് കരിഞ്ഞു പോകുന്നു. Hallelujah. It is cutting loose. കെട്ടുകൾ അഴിഞ്ഞു Be പോകുന്നു. healed in Jesus' name. സൗഖ്യമാകാം യേശുവിന്റെ Healed in Jesus' നാമത്തിൽ name. സൗഖ്യമാകാം. Every words be broken loose in your life. എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. Oh, in Jesus' name. Hallelujah. യേശുവിന്റെ നാമത്തിൽ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Oh, Shanda. Hallelujah. Oh, Shanda. പ്രിയമുള്ളവരെ, ലഭിക്കുന്ന എല്ലാ കോളുകളും ശേഷിക്കുന്ന സമയത്ത് വായിക്കുവാൻ നേരമില്ലെങ്കിലും പ്രാർത്ഥന പങ്കാളികൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ മുതൽ ഇടവിൽ നിൽക്കും. യേശുവിന്റെ അത്ഭുതകരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും. Oh, thank you, Pastor John, for the word that's so profound and that is touching lives all over the globe. The same virtue of Jesus that raised Lazarus from the dead. ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ യേശുവിന്റെ ശക്തി, the same virtue of Jesus, same power of Jesus is coming to your life, is coming to your family, is coming to your situation, is coming to your business. Oh, hallelujah. നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കരങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, താങ്ങാനൊരു കരമുണ്ടെന്നേ. വിഷമിക്കേണ്ട, താങ്ങാനൊരു കരമുണ്ട്, താങ്ങുന്ന കരമുണ്ട്. തീർച്ചയായിട്ടും അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ, താങ്ങുന്ന കരമുണ്ട്. തളർത്തുവാൻ ലോകമുള്ളപ്പോ താങ്ങുന്ന കരവുമായി യേശുവുണ്ട്. ഈ പകൽ പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവോട് പറ, എനിക്കങ്ങേ ആവശ്യമുണ്ട്. Jesus, I need you. Jesus, I need you. Lord Jesus, I need you. Jesus, I need you. Jesus, I need you. Lord, I need you. Nothing more than I ask you, Lord. I need you, Jesus. When you come into my life, Jesus, I have everything in my life. എന്റെ ജീവിതത്തിലേക്ക് യേശു അവിടുന്ന് വരുമ്പോ I have everything in my life. എനിക്കെല്ലാം എന്റെ ജീവിതത്തിലുണ്ട്. Are you tired of life? Are you being haunted with thoughts of suicide? ആത്മഹത്യയുടെ ചിന്തകളാൽ നിങ്ങൾ ഭാരപ്പെടുന്നുവോ? തകർന്ന ദുഃഖത്തിന്റെ താഴ്വരയിലൂടെ നിങ്ങൾ പോകുന്നുവോ? പ്രിയപ്പെട്ടവർ നേരിടുന്ന വിഷമത്തിന്റെ മുമ്പിൽ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതോർത്ത് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ പോകാതിരുന്നപ്പോ ജീവിതത്തിൽ തകർന്നവരായി പ്രയാസത്തിലൂടെ ഇരുട്ടിൽ ആരും കാണാതെ തപ്പിത്തടയുന്ന ഒരു ജീവിതമായി നിങ്ങൾ ആയിരിക്കുന്നുവോ? ഈ പകൽ പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തിരുന്നു കൊണ്ട് മാർവിൽ കരം വെച്ച് പറ, യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. ജീസസ്, I need you. A small humble prayer, but that will bring great breakthroughs in your life, which you have been longing for several years. ദീർഘ വർഷങ്ങളായി നിങ്ങൾ കൊതിച്ചിരുന്ന ആ വലിയ വിടുതലുകൾ യേശുവിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കും. ഒരു ചെറിയ പ്രാർത്ഥന, യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. Be my Lord, be my Savior. എന്റെ കർത്താവായി, എന്റെ ഇടയനായി അവിടുന്ന് എന്റെ വരണമേ. ചേർന്ന് ശാശ്വത
മകൻ ദുബൈക്ക് ജോലിക്ക് വേണ്ടി പോയിരിക്കുന്നു. അവിടെ ജോലി ലഭിക്കേണ്ടതിന് ജോർജ് ചാക്കോ തിരുവല്ല, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മകന് ജോലി ലഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അത്ഭുത കരം നീട്ടി അവിടുന്ന് പ്രവർത്തിക്കുക. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അത് ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കുഞ്ഞുമോൾ കോട്ടയം കാരാപ്പുഴ, ബ്രദർ തോമസ് അബുദാബിയില് ഉയർന്ന ജോലി ലഭിക്കണം, നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കണം. മകൻ ജിജോ മധ്യപ്രദേശില് ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയ ഭൗതിക നിലകളിൽ ഉയർച്ചയും നന്മയും അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. മകന്റെ കല്യാണാലോചന നടക്കുന്നു. ഭവനത്തിൽ സമാധാനമില്ല. ഇളയ മകൻ ദുബൈയിലാണ്. ജോലിയുടെ ഭാരം കൂടുതലാണ്. വേറെ ജോലി ലഭിക്കണം. എത്രയെത്ര വിഷയങ്ങളെ കുടുംബം ഭാരപ്പെടുന്നത്. ലീലാമ പന്തളം എന്ന് പകൽ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അത്ഭുത വിടുതല കുടുംബത്തിൽ ഓരോരോ വിഷയങ്ങളിന്മേൽ ഇപ്പോൾ തന്നെ കർത്താവ് അവിടുന്ന് ചെയ്തു തരും യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥനയുടെ പ്രാർത്ഥിച്ചതിനുള്ള വിടുതൽ പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൽ ശേഷം ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നിരുന്ന എന്റെ മകന് യേശു സൗഖ്യം നൽകി. കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. യേശുവിന്റെ കരം ഈ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്നു. മകന്റെ ജോലിയിൽ ഉയർച്ച കിട്ടി. മകൾക്കൊരു തലമുറയുണ്ടാകണം. കുടുംബം രക്ഷിക്കപ്പെടണം. ലഭിക്കാനുള്ള പണം എത്രയും വേഗം കിട്ടണം എന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വരട്ടെ. അത്ഭുതകരമായ നന്മ യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, മേഴ്സി സ്ഥിരമായിട്ട് ഒരു ജോലി വേണം. നല്ലൊരു വിവാഹം നടക്കണം. വേഗത്തിൽ നടക്കേണ്ടതിനെ പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലിയും അനുഗ്രഹിക്കപ്പെട്ട വിവാഹവും നടക്കട്ടെ. വിവാഹപ്രായമായ വിവാഹം നടക്കാതിരിക്കുന്ന യുവാക്കന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ അവർക്ക് വേണ്ടി അത്ഭുതകരം അവിടുന്ന് പ്രവർത്തിക്കുക. അവർ ഒന്നിച്ച് പാടട്ടെ. യേശു ഉയർത്തിയെന്ന് പാടുവാനിടയാകട്ടെ. എല്ലാവരും ചേർന്ന് മകൻ വിശ്വാസത്തിലേക്ക് മടങ്ങി വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാട്ടാക്കട ഉഷ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മയും അനുഗ്രഹവും ഈ കുടുംബത്തിനകത്ത് ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ശുശ്രൂഷ കുടുംബം ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ 1,00,000 രൂപ ഒരാൾക്ക് കൊടുക്കുവാനുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഷീബ ട്രിവാൻഡ്രം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. നന്മയുള്ളവരാകട്ടെ. ദൈവകൃപയാൽ നിറയപ്പെടട്ടെ. കടഭാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ മഞ്ജു ട്രിവാൻഡ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരം ദൈവം പ്രവർത്തിക്കുന്ന നന്മ കാണട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. എലിസബത്ത് ഹരിപ്പാട് മകൾ വർഷ 10ാം ക്ലാസ്സിൽ എക്സാം എഴുതുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉയർന്ന വിജയങ്ങൾ കൊണ്ടാകട്ടെ. അതോടൊപ്പം 10ലും +1 +2 എക്സാം എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം അവർ അനുഭവിക്കട്ടെ. ഉയർച്ച അവർക്ക് ഉണ്ടാകട്ടെ. അവരുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൂട്ടുകാരന്റെ മകൾ 21 വയസ്സായി. ഇതുവരെ നടക്കാൻ പറ്റുന്നില്ല. കൂട്ടുകാരന്റെ മകൾ മിസ്റ്റർ ജോർജ് ആലുവയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ മിസ്റ്റർ ജോർജ് ഞങ്ങൾ നിങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ നിൽക്കുന്നു. യേശുവിന്റെ നാമത്തിൽ 21 വയസ്സായ മകൾ ഓടി നടക്കട്ടെ. ഇപ്പോൾ തന്നെ അവളുടെ നരിയാണികൾ ബലപ്പെടട്ടെ. അസ്ഥികൾ ജീവൻ വ്യാപിക്കട്ടെ. യേശുവിന്റെ സമൃദ്ധമായ ജീവൻ അവളിൽ ഇപ്പോൾ ഇറങ്ങട്ടെ. തുള്ളിയും ചാടിയും നടന്നുകൊണ്ട് യേശുവിനെ അവൾ മഹിമപ്പെടുത്തട്ടെ. ഗവൺമെന്റ് ജോലി ലഭിക്കണം. ജയരാജ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന് നല്ല ജോലി ലഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. കഴുത്തിന് പിന്നിലെ വേദന, യൂട്രസിലെ മുഴകൾ മാറണം. ഭവനം വിൽക്കണം. ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. കുന്നംകുളത്തുനിന്ന് ഷൈനി, മിസ് ഷൈനി കുന്നംകുളത്തുനിന്ന് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യവും വിടുതലും ഉണ്ടാകട്ടെ. ആ ഭവനം വിറ്റ് ഉയർന്നൊരു വില ലഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ശരീരത്തിൽ സമ്പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. 2 കരങ്ങളും ഉയർത്തി ഒന്നിച്ച് ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ gracechapelsam@gmail.com എന്ന വിലാസത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു പറയുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ജനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യൂട്യൂബിലെ അഡ്രസ് ഇവിടെ പറയട്ടെ. YouTube/It'sOurTimeTV YouTube/It'sOurTimeTV. ഗൂഗിൾ ചെയ്യുന്നവർ പ്രേയിങ് കേരള. ലോകത്തിൽ എവിടെ ഇരുന്നാലും ഗൂഗിളിൽ പ്രേയിങ് കേരള എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുന്ന കേരളം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഈ ശുശ്രൂഷയായിരിക്കും. അതിൽ പങ്കാളികളാകുക.
ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. നമുക്ക് ഒന്നിച്ച് ഇനി അടുത്ത ദിവസം കാണുന്നതുവരെയും ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് യേശുവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഒന്നിച്ച് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. As we sing this song, blessing and honor, glory and power be unto the ancient of days. Yes, പുരാതനായ ദൈവമേ, മഹത്വവും സ്തുതിയും ബഹുമാനവും ആരാധനയും എല്ലാം അങ്ങേക്ക് മാത്രം. ചേർന്ന് പൈശാചിക പ്രയാസത്താൽ ഭാരപ്പെടുന്നു, എടുത്തുവാ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കുടുംബം സമ്പൂർണ്ണ സൗഖ്യമാകട്ടെ, ജീവൻ വ്യാപിക്കട്ടെ. മകളുടെ ഭർത്താവ് മദ്യപാനി, വിവിധ ക്ലേശങ്ങളാൽ ഭാരപ്പെടുന്നു, യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ, ഇപ്പോൾ ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ. അമ്മനെ കുറിച്ച് കോട്ടയം മകൻ അമരരാജ് അമിതമായ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു വരുവാൻ, മകൻ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഉണ്ടാകുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണ സൗഖ്യം കുടുംബത്തിനകത്ത് ഉണ്ടാകട്ടെ. എല്ലാവരും ചേർന്ന് glory and power be unto the ancient of days. മറക്കരുത്, തിങ്കളാഴ്ച പ്രഭാതത്തിൽ ഒന്നിച്ച് പ്രാർത്ഥനയോടെ ഹാർവസ്റ്റ് ടെലിവിഷൻ ട്യൂൺ ചെയ്ത് കൂട്ടുകാരെ കൂടെ അറിയിച്ച് നമുക്ക് ഒന്നിച്ച് വലിയ ദൈവ പ്രവൃത്തി അനുഭവിപ്പാൻ ഒന്നിച്ചൊരുങ്ങണം. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ധാരാളം ദൈവദാസിദാസന്മാരുണ്ട്. ഞങ്ങൾ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഫോണിൽ വിളിക്കുക, നമുക്ക് സംസാരിക്കണം. ദൈവരാജ്യം നമുക്ക് ഒന്നിച്ചു പണിയാം. ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും കരങ്ങളടിച്ച് glory and power be unto the ancient of days. From every nation, all of creation, bow before the ancient of days. Every tongue in heaven and earth shall declare your glory. Every knee shall bow at your throne. In worship you be exalted, O God, and your kingdom shall not pass away, O ancient of days. Come on! Yes! Yes! രണ്ട് കരങ്ങളും കൂട്ടിയടിച്ച് yes! Glory! Yes! Your kingdom shall reign over all the earth, King unto the ancient of days. None can compare to your matchless word. Sing unto the ancient of days. Every tongue in heaven and earth shall declare your glory. Every knee shall bow at your throne. In worship you be exalted, O God, and your kingdom shall not pass away, O ancient of days. Oh, oh, come on. Kingdom shall reign over all the earth. Sing unto the ancient of days. For none can compare to your master's word. Sing unto the ancient of days. Every tongue in heaven and earth shall declare your glory. Every knee shall bow at your throne. In worship you be exalted, O God, and your kingdom shall not pass away, O ancient of days. Your kingdom shall reign over all the earth. Sing unto the ancient of days. Your name can compare to your master's word. Sing unto the ancient of days.